यह हमला केवल भारत की अंतरात्मा पर ही आघात नहीं, यह मानवता में विश्वास रखने वाले हर देश, हर व्यक्ति को खुली चुनौती थी. നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും സൗഹാർദ്ദപൂർവ്വം ഇടപഴകുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകം മുഴുവൻ പരക്കുന്ന ഈ ദൃശ്യങ്ങൾ ചിലർക്കുള്ള മറുപടിയാണ്. തിരുവയിൽ മുക്കി ഇന്ത്യയെ പാഠം പഠിപ്പിക്കാനിറങ്ങിയ ട്രംപിനും ഇന്ത്യൻ മണ്ണിലേക്ക് ഭീകരരെ അയച്ച് പഹൽഗാമിൽ ഇന്ത്യക്കാരുടെ രക്തം വീഴ്ച പാകിസ്ഥാനുമുള്ള മറുപടി. ഊർജ്ജ രംഗത്തെ സഹകരണം തുടരാനാണ് ഇന്ത്യ റഷ്യ തീരുമാനം. മോദി അടുത്ത സുഹൃത്തെന്ന് പറഞ്ഞ പുടിൻ ബ്രിക്സ് രാജ്യങ്ങളുടെ വികസനം തടസ്സപ്പെടുത്തുന്ന വിവേചനപരമായ അമേരിക്കയുടെ തീരുവ നീക്കത്തിനെതിരെ മുന്നറിയിപ്പും നൽകി. അമേരിക്കയ്ക്കെതിരെ ഇന്ത്യ, റഷ്യ, ചൈന ലോകക്രമമോ? മോദിയുടെ ഷാങ്ഹായ് ദൗത്യം പൂർണ്ണ വിജയമോ? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ എം ഷിനാസ്, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ PM നാരായണൻ, മാധ്യമപ്രവർത്തകൻ, ശ്രീ MS വേണുഗോപാൽ, വിദേശകാര്യ വിദഗ്ധൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം അധ്യാപകൻ കൂടിയായ ശ്രീ AM ഷിനാസിലേക്ക്. ശ്രീ AM ഷിനാസ്, ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് റഷ്യ, ഇന്ത്യ, ചൈന നേതാക്കളുടെ ഈ ബന്ധം. ഇതൊരു അസാധാരണ കൂട്ടായ്മയായി മാറുകയാണോ? എന്താണ് അതിന്റെ സാധ്യതകൾ? താങ്കൾ എങ്ങനെയാണ് ഈ അസുലഭ നിമിഷത്തെ നോക്കിക്കാണുന്നത്? ഇന്ത്യ, ചൈന, റഷ്യ ഈ ത്രികോണ ബന്ധം വളരെ മുമ്പേ നിർദ്ദേശിക്കപ്പെട്ടിരുന്ന, ഉയർത്തപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. അത് ഇതുവരെ പ്രായോഗിക രൂപത്തിൽ വന്നിരുന്നില്ല. ഇപ്പോഴും അതിന് പ്രതിബന്ധങ്ങൾ ഉണ്ട്. പക്ഷെ വാണിജ്യത്തിന്റെ കാര്യത്തിൽ ഈ ട്രംപിന്റെ തീരുവ, ഈ ഏകപക്ഷീയമായ തീരുവ ചുമത്തൽ, അത് വാസ്തവത്തിൽ 1980 മുതൽ ഉള്ള ഒരു നിയോ ലിബറൽ ലോകക്രമം, അതായത് ആഗോള സമ്പദ് വ്യവസ്ഥ, ആ ഒരു ചട്ടക്കൂടിനെതിരെയുള്ള ആക്രമണമാണ്. വാസ്തവത്തിൽ അത് നിയോ ലിബറലിസത്തെ അല്ലെങ്കിൽ നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെയുള്ള ആക്രമണം എന്നതിനേക്കാൾ ഉപരി നവ ഉദാരവൽക്കരണ നയത്തിന്റെ അടിസ്ഥാന നെടുന്തൂണുകളായ ഫ്രീ മാർക്കറ്റ്, തുറന്ന വിപണി, ഫ്രീ ക്യാപിറ്റൽ ഫ്ലോ തുടങ്ങിയ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, ഇങ്ങനെയുള്ള നവ ഉദാരവൽക്കരണ ലോകക്രമത്തിന്റെ നെടുന്തൂണുകൾക്കെതിരെയുള്ള ഒരു ആക്രമണമാണ് ട്രംപ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ പോസ്റ്റ് വാർ ഗ്ലോബൽ ഇക്കണോമിക് ഓർഡറിന് എതിരെയുള്ള ഒരു അസോൾട്ടാണ്, ആക്രമണമാണ്. എന്നാൽ ഇത് നവ ഉദാരവൽക്കരണത്തിന്റെ അന്ത്യമാണോ എന്നതിനേക്കാൾ പ്രസക്തം അത് നവ ഉദാരവൽക്കരണത്തിന്റെ ഒരു മ്യൂട്ടേഷൻ, ഒരു ഉൾപരിവർത്തനം, നവ ഉദാരവൽക്കരണത്തിൽ അമേരിക്കയുടെ ഏകപക്ഷീയത, സമഗ്രാധിപത്യ പ്രവണത ഈ വാണിജ്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയും ബ്രിക്സ് രാജ്യങ്ങൾ മാത്രമല്ല, ഇന്ത്യയും ചൈനയുമായിട്ട് അതിർത്തി തർക്കങ്ങൾ, ഇപ്പോൾ ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതിർത്തി പ്രശ്നം ഇന്ത്യ ചൈന ബന്ധത്തിലുള്ള ഓവറോൾ ബന്ധത്തെ, മൊത്തത്തിലുള്ള ബന്ധത്തിന്റെ നിർവചിക്കുന്ന ഒരു സൂചകമായി മാറരുത് എന്ന് ഇരുപക്ഷവും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപിന്റെ ഈ തീരുവ പ്രഖ്യാപനം, ഇപ്പോൾ ഇന്ത്യക്ക് 50% ആണ് ഈ പിഴച്ചുങ്കം ഉൾപ്പെടെ. അപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ റഷ്യൻ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി ഇന്ത്യയുടെ ക്ഷീര കാർഷിക മേഖലകൾ, പാലുൽപ്പന്ന അതുപോലെ തന്നെ കാർഷിക മേഖലകൾ തുറന്നു കിട്ടണം എന്ന ആവശ്യമായിരുന്നു. ആ ആവശ്യം ബ്രിട്ടൻ ഉന്നയിച്ചിരുന്നു, യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ചർച്ചകളിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് തന്നെയായിരുന്നു. റഷ്യൻ എണ്ണ പിന്നീടാണ് വരുന്നത്. റഷ്യൻ എണ്ണയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് വാക്കുകളിൽ പിന്നീടാണ്. പക്ഷേ അമേരിക്കയുടെ ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നം ഇന്ത്യയുടെ ക്ഷീര കാർഷിക വിപണി അമേരിക്കക്ക് തുറന്നു കിട്ടണം എന്നതായിരുന്നു. ഇന്ത്യയുടെ ക്ഷീര വിപണി എന്ന് പറഞ്ഞാൽ ഈ ക്ഷീരോൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു സൂപ്പർ പവറാണ്.
കഴിഞ്ഞ 3 പതിറ്റാണ്ടായെങ്കിലും ലോകത്ത് ഏറ്റവും അധികം പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഈ ഇന്ത്യയിലേക്ക് പാലുൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യവും ഇന്ത്യയാണ്. ഇപ്പോൾ ചീസിനും ബട്ടറിനും ഇന്ത്യ ഏതാണ്ട് 40% ഇറക്കുമതി ഇറക്കുമതി ചെയ്യുമ്പോൾ തീരുവ ചുമത്തുന്നുണ്ട്. അതേസമയം പാൽപ്പൊടിക്ക് 60% തീരുവ ചുമത്തുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ക്ഷീര കർഷകർ അമേരിക്കയിൽ ഇപ്പം 24,000 ഡയറി ഫാംസ് ആണുള്ളത്. ഇന്ത്യയിലെ ക്ഷീര കർഷകരുടെ ഒരു സ്വഭാവം, ഇവിടെയും കുറെ കോഓപ്പറേറ്റീവ്സ് ഉണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 80 മില്യൺ, ഏതാണ്ട് 8 കോടി ക്ഷീര കർഷകർ എന്ന് പറഞ്ഞാൽ 1-2 പശുക്കൾ അല്ലെങ്കിൽ എരുമകൾ ഒക്കെ ഉള്ള കർഷകരാണ്. അവര് ഈ സഹകരണ സംഘങ്ങൾക്ക് വിൽക്കുന്നു, സർപ്ലസ് ഉള്ളത്, അല്ലാത്തത് വീട്ടിൽ ഉപയോഗിക്കുന്നു. ആ രീതിയിലുള്ള ഒരു ക്ഷീര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഈ ക്ഷീരമേഖലയും കാർഷിക വിപണിയും അമേരിക്കക്ക് അങ്ങനെ തുറന്നു കൊടുത്താൽ ഇന്ത്യയിലെ ഒരു സർക്കാരിനും, മോഡി സർക്കാരിന് മാത്രമല്ല ഒരു സർക്കാരിനും അത് താങ്ങാവുന്നതല്ല. അതുകൊണ്ട് ഈ ക്ഷീര കാർഷിക വിപണിയുടെ കാര്യത്തിൽ ഇന്ത്യ അമേരിക്കയോട് മാത്രമല്ല യൂറോപ്യൻ യൂണിയനോടും ബ്രിട്ടനോടും ഒക്കെ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായിട്ടില്ല. എന്നിട്ട് പോലും ബ്രിട്ടനുമായിട്ടുള്ള കരാർ ഒപ്പുവെക്കപ്പെട്ടു എന്നുള്ളതാണ്. റഷ്യൻ ഓയിൽ പിന്നെയാണ് വരുന്നത്, റഷ്യൻ ക്രൂഡ്. ഇപ്പോൾ കഴിഞ്ഞ 2024 LNG, റഷ്യയിൽ നിന്നുള്ള LNG 15.5 ട്രില്യൺ ബില്യൺ ടണ്ണാണ് വാങ്ങിയത്. EU രാജ്യങ്ങളാണ്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് ഇരട്ട നീതിയാണ് എന്ന് ഇന്ത്യ പറയുന്നത്. ഇപ്പോൾ ഈ റഷ്യയും ചൈനയും ഇന്ത്യയും ആദ്യം മോദി ജപ്പാനിൽ പോയി, ജപ്പാനുമായി ഏതാനും കരാറുകളിൽ ഒപ്പുവെച്ചു. ജപ്പാൻ $68 ബില്യൺ ഇന്ത്യയിൽ നിക്ഷേപിക്കും എന്നുള്ള ഒരു ധാരണയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ചൈനയിലേക്ക് പോകുന്നത്. ഈ കൊല്ലം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൊല്ലം ക്വാഡിന്റെ ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് നടക്കുകയാണ്. ക്വാഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, ഈ 4 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അത് ഒരു സൈനിക കൂട്ടായ്മ അല്ല. എങ്കിൽ പോലും ചൈന ക്വാഡിനെ കാണുന്നത് ഏഷ്യൻ നാറ്റോ ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയെ തുരത്താനും ചൈനയെ ഒതുക്കാനുമുള്ള ഒരു ഭൗമരാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് ചൈന ക്വാഡിനെ കാണുന്നത്. അതേസമയം തന്നെ പഴയ അർത്ഥത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ ശ്രീ എം ഷിനാസ്? കാരണം അമേരിക്ക പഴയ പോലെ അതിൽ സഹകരിക്കുമോ എന്ന കാര്യത്തിൽ ചില ആശങ്കകൾ നിലനിൽക്കുകയാണ്. അമേരിക്ക വരുമോ എന്നറിയില്ല. ക്വാഡ് അങ്ങനെ തന്നെയുണ്ട്. ക്വാഡിൽ ഇന്ത്യയുടെ സഹകരണം എത്രത്തോളം ഇനി ഉണ്ടാവും എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. പിന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഇരു രാജ്യങ്ങളും ഇരകളാണ് എന്ന് മോദി പറഞ്ഞു. അത് അപ്പോ ആ രീതിയിലുള്ള ഒരു ഭീകരവാദത്തെ ചെറുക്കണം എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായപ്പോൾ പോലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ ചൈന എത്രമാത്രം പാകിസ്ഥാനെ സഹായിച്ചു എന്നുള്ളത് ലോകം മുഴുവൻ കണ്ടതാണ്. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം പെട്ടെന്നൊന്നും അങ്ങനെ ചില ആശങ്കകൾ കൂടി ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. അതിലേക്ക് നമുക്ക് 2ാം ഘട്ടത്തിൽ വരാം. ദയവായി തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ശ്രീ മോഹൻ വർഗീസ് കൂടി ചേരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്ന ഈ ഷാങ്ഹായ് സന്ദർശനം എത്രമാത്രം അർത്ഥവത്താണ് എന്ന് താങ്കൾ കരുതുന്നു? നോക്കൂ, ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇന്ത്യയിലെ അമേരിക്കൻ എംബസിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുമായുള്ള ബന്ധം എത്രമാത്രം വലുതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സമയമാകുമ്പോഴേക്ക് ട്രംപിന്റെ പുതിയ പ്രസ്താവന വരികയാണ്. അത് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഏകപക്ഷീയ ദുരന്തമായിരുന്നു ഇന്ത്യ US വ്യാപാര ബന്ധം എന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ട്രംപ് ഈ നിലപാടെടുക്കുന്നു എന്നതിൽ ഒരു കൂടുതൽ വിശദീകരണം അദ്ദേഹം നൽകുന്നു എന്ന് വേണം കരുതാൻ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തി, ഇപ്പോൾ കുറയ്ക്കാമെന്ന് ഇന്ത്യ പറയുന്നു. എത്രയോ വർഷം മുൻപ് ചെയ്യേണ്ടതായിരുന്നു ഈ കാര്യങ്ങൾ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഈ നിലപാടെടുക്കുന്നു എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം എന്ന നിലയിലാണ് ഇന്ത്യക്കെതിരായ ചില പ്രസ്താവനകൾ ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ശക്തമായ മെസ്സേജ് അമേരിക്കയ്ക്ക് ഇന്ത്യ നൽകിയിരിക്കുന്നു എന്നാണ്.
തീർച്ചയായും രേണുക, അതിശക്തമായ മെസ്സേജ് തന്നെയാണ് ഭാരതം അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറയുന്നത് റീബൗണ്ട് ചെയ്ത് എനിക്ക് കേൾക്കുന്നുണ്ട്. ഓക്കെ, അത് ശരിയാക്കാൻ ഞാൻ PCR-നോട് പറയാം. സർ പറഞ്ഞോളൂ, ക്ലിയർ ആണ്, വ്യക്തമാണ്. തീർച്ചയായും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പാനിക് റിയാക്ഷൻ നമ്മൾ കണ്ടു. അതായത് ഇന്ത്യ വളരെ സക്സസ്ഫുള്ളായി ഇന്ത്യ എന്താണോ ആഗ്രഹിച്ചത്, ദേശീയ സുരക്ഷയെക്കുറിച്ച്, അതിർത്തി കടന്നു വരുന്ന ഭീകരതയെക്കുറിച്ച് ഇന്ത്യയുടെ നിലപാട് എന്തായിരുന്നോ അത് പാകിസ്ഥാന്റെ സാന്നിധ്യത്തിൽ ഷാങ്ഹായ് ഉച്ചകോടിയിൽ വെച്ച്, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയിൽ വെച്ച് സ്ഥിരീകരിച്ചിരിക്കുന്നു. ജോയിന്റ് ഡിക്ലറേഷനിൽ അത് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ നിലപാടിനുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ആണ്. ഇവിടെയാണ് ഇന്ത്യ ഡിപ്ലോമാറ്റുകളെ വിട്ടുകൊണ്ട്, ഇന്ത്യ പാർലമെന്റ് അംഗങ്ങളെ വിട്ടുകൊണ്ട്, ശശി തരൂർ ഉൾപ്പെടെയുള്ള പാർലമെന്റ് അംഗങ്ങളെ അമേരിക്കയിലേക്ക് ഉൾപ്പെടെ വിട്ടുകൊണ്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ, ഇന്ത്യ അനുഭവിക്കുന്ന സുരക്ഷാ ത്രട്ട്, പാകിസ്ഥാനിൽ നിന്ന് കടന്നുവരുന്ന ഭീകരത വിശദീകരിക്കാൻ അവരെല്ലാം വിട്ടപ്പോൾ വെസ്റ്റേൺ വേൾഡിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങളെക്കാൾ ആശാവഹമാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ കൌൺസിൽ ഉച്ചകോടിയിൽ ഇന്ന് ലഭിച്ച പ്രതികരണം. ജോയിന്റ് ഡിക്ലറേഷനിൽ ഭീകരത, പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ഭീകരത, പാകിസ്ഥാനെ പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും പഹൽഗാം ആക്രമണം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിനുള്ള എൻഡോഴ്സ്മെന്റ് ആണ്, ഇന്ത്യൻ സ്റ്റാൻഡിന്റെ എൻഡോഴ്സ്മെന്റ് ആണ്. അത് തീർച്ചയായും ശുഭോദർക്കമായ ഒരു കാര്യമാണ്. ഇതുകൊണ്ട് ആ ഒരു ചർച്ച വിജയിച്ചു. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഒരിക്കലും ഇന്ത്യ ഇത്രത്തോളം ആക്റ്റീവായി, 25 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്, ഇന്ത്യ ഇത്രയും ആക്റ്റീവായി പ്രവർത്തിക്കും എന്ന ഒരു മുൻധാരണ അമേരിക്കയ്ക്കില്ലായിരുന്നു. അതുകൊണ്ട് അമേരിക്കയുടെ 2 പദ്ധതികൾ തുലാസിൽ തൂങ്ങാൻ പോവുകയാണ്. ഒന്ന് ക്വാഡാണ്. ഇവിടെ നേരത്തെ ഷിനാസ് സൂചിപ്പിച്ച ക്വാഡ്, ചതുർരാഷ്ട്ര സഖ്യം, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതായത് ഏഷ്യ പസഫിക് മേഖലയുടെ 2 രാജ്യങ്ങൾ അല്ലെ 3 രാജ്യങ്ങൾ, ഓസ്ട്രേലിയയുടെയും ജപ്പാന്റെയും ഇന്ത്യയുടെയും സുരക്ഷയ്ക്ക് വേണ്ടി, ചൈനയിൽ നിന്ന് കടന്നു വരാൻ സാധ്യതയുള്ള സുരക്ഷാ ഭീഷണി നേരിടാൻ വേണ്ടി, നേരത്തെ സൂചിപ്പിച്ച കറക്റ്റാണ്, ഒരു ഏഷ്യൻ നെയ്റ്റോ എന്ന നിലയിൽ തന്നെയാണ് ചൈന അതിനെ കാണുന്നത്. ആ ഒരു മീറ്റിംഗ് ഇനി വരാൻ പോകുന്നത് ഇന്ത്യയിലാണ്. ക്വാഡിന്റെ സമ്മേളനം അടുത്ത് വരേണ്ടത് നവംബറിൽ ഇന്ത്യയിൽ വെച്ചാണ്. അത് ഇന്ത്യ ആതിഥ്യമരുളുന്ന, നരേന്ദ്രമോദി അവിടെ ആതിഥ്യമരുളുന്ന ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് മാറി നിൽക്കുന്നു. അദ്ദേഹം സന്നദ്ധത അറിയിച്ചിട്ടില്ല, വരില്ല എന്ന രീതിയിലാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് വിശ്വസിക്കാമെങ്കിൽ അതിനർത്ഥം അമേരിക്ക പല കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോകാൻ നിർബന്ധിതരായി. ട്രംപിന്റെ ഇന്നത്തെ പാനിക് റിയാക്ഷൻ, ഇത് വലിയ ആത്മഹത്യാപരമായ കാര്യമാണ് ഇന്ത്യ ചെയ്യുന്നത് എന്നത് കിട്ടാക്കനി പുളിക്കും എന്ന മട്ടിലുള്ള ഒരു റിയാക്ഷനായിട്ട് മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കൂ. പക്ഷേ ലോങ് ടേം പെർസ്പെക്റ്റീവ് ഇവിടെ നോക്കൂ. ഇന്ത്യയുടെ നയം സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന നയമാണ്. രേണുക, ആ ഒരു നയം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി നമ്മുടെ മനസാക്ഷി ഒരു രാജ്യത്തിനും അടിയറ വെച്ചിട്ടില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപനമാണ്. ഇപ്പോൾ ചൈനയോട് ചേർന്ന് നിൽക്കുന്നു എന്നർത്ഥമില്ല, സഹകരിക്കാവുന്ന മേഖലയിൽ സഹകരിക്കാം, അതിർത്തി തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ചരിത്രത്തെ നമുക്ക് മാറ്റാനാവില്ല, പക്ഷേ നാളുകളെ നമുക്ക് മാറ്റിയെടുക്കാനാവും, ഇന്നുകളെ മാനേജ് ചെയ്യാനാവും. അതുകൊണ്ടാണ് അതിർത്തിയിൽ നിന്നും സൈനിക പിന്മാറ്റം ഘട്ടം ഘട്ടമായി മിലിറ്ററി ലെവൽ ഒരു ഡിസ്കഷൻ ഇപ്പോൾ നടക്കുന്നു. 20 റൗണ്ടോളം ഡിസ്കഷൻ നടന്നു കഴിഞ്ഞു. അത് ഒരുപക്ഷെ ഡിപ്ലോമാറ്റിക് ലെവലിലേക്ക് നീളും, പൊളിറ്റിക്കൽ ലെവലിലേക്ക് നീളും. അതുകൊണ്ടാണ് ഷീ ജിൻപിങ്, ചൈനീസ് പ്രസിഡന്റ്, is given a warm introduction, has been given a welcome to India. അപ്പം ക്ഷണിച്ചിരിക്കുകയാണ്, ഇന്ത്യ ആതിഥ്യം അരുളാൻ പോവുകയാണ്. ഷീ ജിൻപിങ് അത് സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ഇന്ത്യ വിസിറ്റ് ആണ്. അവിടെ കുറച്ചുകൂടെ കൃത്യമായ രീതിയിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ കുറച്ചുകൂടി കൃത്യമായി നിർവചിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനുശേഷം വരാൻ പോകുന്നത് സാക്ഷാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്. ട്രംപ് വരാത്ത ഇടത്ത് പുടിൻ വരുന്നു എന്ന് പറയുമ്പോൾ മാറി വരുന്ന സമവാക്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തതയിൽ, ആഴത്തിൽ അമേരിക്കയ്ക്കും അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്കും ഒരു സന്ദേശം നൽകാൻ ഇന്ത്യ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വരുന്നു എന്ന് പറഞ്ഞതിന്റെ അതേ സമയം പാരലലായി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സ്പോക്ക് ടു ഉക്രൈനിയൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കി. അതോർക്കണം, വൊലോദിമിർ സെലൻസ്കിയുടെ ആഗ്രഹം എന്താണ്? ഭാരതം ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ സഹകരിച്ചാൽ, റഷ്യയെ കൺവിൻസ് ചെയ്തു കഴിഞ്ഞാൽ ഉക്രൈൻ പ്രശ്നത്തിന് പരിഹാരമാകും. ഒരുപക്ഷെ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്ന് പറയാൻ പോകുന്നത് ഇതായിരിക്കാം, എനിക്ക് ഊഹമാണ്. അമേരിക്കയ്ക്ക് സാധിക്കാത്തത് ഒരുപക്ഷെ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് സാധിച്ചേക്കാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള, ചൈന ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ ശ്രമിച്ചാൽ
റഷ്യക്ക് ചില ഉറപ്പുകൾ നൽകാൻ കഴിയും. അമേരിക്കയ്ക്ക് നൽകാനാവാഞ്ഞ, അലാസ്കയിൽ വെച്ച് അമേരിക്കയ്ക്ക് നൽകാൻ ആവാഞ്ഞ ഉറപ്പുകൾ, യൂറോപ്യൻ യൂണിയൻ നൽകാൻ കഴിയാത്ത ഉറപ്പുകൾ റഷ്യക്ക് ചില സുരക്ഷാ ഉറപ്പുകൾ നൽകാൻ ഒരുപക്ഷെ സാധിക്കും. അതുകൊണ്ട് റഷ്യ ഒരു പാരഡൈം ഷിഫ്റ്റ് ആഗ്രഹിക്കുന്നു. ട്രേഡ് കാരണത്താൽ ചൈന അത്യന്തികമായി പൊളിറ്റിക്കൽ ആൻഡ് ട്രേഡ് റൈവലാണ്. ഒരു പാരഡൈം ഷിഫ്റ്റ് ആഗ്രഹിക്കുന്നു. ഭാരതം അങ്ങനെയല്ല, മറിച്ച് ഇന്ത്യ ഈസ് ടെസ്റ്റിംഗ് വാട്ടേഴ്സ്. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന പ്രിൻസിപ്പിൾ അനുസരിച്ചുകൊണ്ട് അമേരിക്കയുമായി ഉള്ള വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് തന്നെ റഷ്യയുമായും ചൈനയുമായും ആക്റ്റീവായി കൊളാബറേറ്റ് ചെയ്യാനുള്ള ഭാരതത്തിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, അമേരിക്ക വിരട്ടിയതുകൊണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ വ്യാപാരം, എണ്ണ വാങ്ങൽ അവസാനിപ്പിക്കാൻ ഭാരതം തയ്യാറാവുന്നില്ല. അതുകൊണ്ട് എല്ലാ ഓപ്ഷനും ഓപ്പണാക്കി ഇട്ടുകൊണ്ട് തന്നെ വേണ്ടി വന്നാൽ ക്വാഡുമായി ഉള്ള ബന്ധം പുനഃക്രമീകരിച്ചുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ത്യ യൂറോപ്പ് ട്രേഡ് കോറിഡോർ എന്നത് കുറച്ചുകൂടി മാറ്റിക്കൊണ്ട് റഷ്യയിലേക്കുള്ള ഒരു നോർത്ത് സൗത്ത് കോറിഡോർ, ഇറാന്റെ ചബഹാർ തുറമുഖം ഇന്ത്യയുടെ സഹായത്തോടുകൂടി വികസിപ്പിച്ച ചബഹാർ വഴി ഇതിന് പാരലായി റഷ്യയുമായി ഹൈഡ്രോകാർബൺ ബന്ധങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ബന്ധങ്ങൾ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇതെല്ലാം ഓപ്പണായി ഇട്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യ നീങ്ങുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. നമുക്കൊപ്പം ശ്രീ MS വേണുഗോപാൽ കൂടി ചേരുകയാണ്. ശ്രീ MS വേണുഗോപാലിയുടെ മോഹൻ വർഗീസ് പറഞ്ഞു നിർത്തുന്നത് പോലെ എല്ലാ സാധ്യതകളും തുറന്നിട്ടുകൊണ്ട് എന്നാൽ മറുപടി നൽകേണ്ടവർക്ക് ശക്തമായ മറുപടി നൽകി ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഊർജ്ജരംഗത്തെ സഹകരണം തുടരും എന്ന് ഇന്ത്യ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുടിനുമായുള്ള ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലും അക്കാര്യം പറയുന്നു. എണ്ണ വാങ്ങൽ തുടരും. മാത്രവുമല്ല, പുടിൻ സുഹൃത്താണ് എന്ന് മോദിയും, മോദി അടുത്ത സുഹൃത്ത് എന്ന് പുടിനും പറയുന്നത് ലോകരാഷ്ട്രങ്ങൾ കേൾക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ സൗഹൃദം, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ മോദി ട്രംപ് സൗഹൃദം പറഞ്ഞിരുന്നത് എന്നത് നമുക്കറിയാം. അതിന് പിന്നാലെതായിപ്പോൾ പുടിനുമായി അടുത്ത സൗഹൃദത്തിൻ്റെ സന്ദേശം ലോകത്തിന് നൽകുകയാണ്. അത് അമേരിക്കയുമായി ഈ തീരുവ യുദ്ധത്തിൽ ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? ഇന്ത്യയുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. ആരുടെയും വിരട്ടുകൊണ്ട് ഒരു നിലപാടിൽ നിന്നും ഇന്ത്യ പിന്നോട്ട് പോകുന്നില്ല. അതേസമയം അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുമായി സഹകരണത്തിനുള്ള സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തവണ നമ്മൾ സാധാരണഗതിയിൽ ഒരു സമ്മിറ്റിന് പോകുന്നതിനേക്കാൾ കൂടുതൽ പ്രിപ്പറേഷനോട് കൂടിയാണ് SCO സമ്മിറ്റിനെ സമീപിച്ചത്. നമ്മൾ ആദ്യം ജപ്പാനിൽ പോയി, ഇന്ത്യൻ പ്രധാനമന്ത്രി, അവിടെ നമ്മൾക്ക് വേണ്ട ഉറപ്പുകൾ ലഭിച്ചതിന് ശേഷം നമ്മൾ ചൈനയിൽ വന്നു. ചൈനയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങുമായിട്ട് തൻ്റെ സംശയങ്ങൾ, തൻ്റെ ആവശ്യങ്ങൾ എല്ലാം ആദ്യം അറിയിച്ചു. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞത്. സൗഹൃദം എന്ന്, രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസത്തിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായിരിക്കണമെന്നുള്ളതാണ്. പരസ്പര ബഹുമാനം എന്നുള്ളതിലാണ് അദ്ദേഹം എംഫസൈസ് ചെയ്തത്. കാരണം അമേരിക്കയുടെ പെരുമാറ്റം അത്രത്തോളം മോശമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ആ വാക്കുകൾ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ചൈനയ്ക്കും കൂടെ ഒരു മുന്നറിയിപ്പാണ്, പരസ്പര ബഹുമാനമാണ് ഈ ബന്ധങ്ങളുടെ എല്ലാം അടിസ്ഥാനം. അതുപോലെ വിശ്വാസവും, വിശ്വാസവഞ്ചന കാണിച്ചാൽ എന്നുള്ള ഒരു സൂചന കൂടി അതിനകത്ത് ഉണ്ട്. അതിനുശേഷം അദ്ദേഹം പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ട്രേഡിൻ്റെ കാര്യങ്ങൾ, ഇവയെല്ലാം തന്നെ വിശദമായി സംസാരിച്ചു എന്നുള്ളതാണ് ഈ സമ്മിറ്റിന് തുടങ്ങുന്നതിന് മുമ്പുണ്ടായ പ്രത്യേകത. ഈ സമ്മിറ്റിൽ മുമ്പായിട്ട് തന്നെ നമ്മൾ പറഞ്ഞത് അതിർത്തി തർക്കം രമ്യമായി പരിഹരിക്കണം. അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മൾ കണ്ടിരുന്നത്. കാരണം 10-75 വർഷമായിട്ട് ചൈനയുമായിട്ടുള്ള ബോർഡർ പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായും പരിഹരിക്കാനായിട്ട്, നമുക്കെന്നല്ല ഒരു വിധത്തിലും മുൻ സർക്കാരുകൾക്കോ അല്ലെങ്കിൽ ഏത് സർക്കാരിനായാലും ഇന്ത്യ എന്നുള്ള രാഷ്ട്രത്തിന് ഒരു കീറാമുട്ടിയായിട്ട് ചൈന നിന്നിട്ടുണ്ട്. ആ ചൈനയുടെ നയം അത്തരത്തിലായിരുന്നു. മക്മോഹൻ എന്നൊരാൾ ഒരു സായിപ്പ് വരച്ച വര ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് നെഹ്റുവിൻ്റെ കാലം മുതൽ ഈ കഴിഞ്ഞ മാസങ്ങൾ വരെ ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ്. പക്ഷേ എന്നാൽ ഈ അടുത്ത കാലത്തായി ഇന്ത്യയും ചൈനയുമായി അതിർത്തി തർക്കത്തിൽ ഏതാണ്ടൊരു വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടായിരുന്നത് ഏതാണ്ട് അവസാനിപ്പിച്ചു. എന്നാലും പ്രശ്നങ്ങൾ നിരവധിയാണ്. ആ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് ഷീ ജിൻപിങ്ങിനോട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്,
തീർച്ചയായിട്ടും നമുക്ക് ആദ്യത്തെ ഒരു പ്രശ്നം അതിർത്തി തർക്കം തന്നെയാണ്. അതിനായിട്ടൊരു ടീമിനെ തന്നെ ഷീ ജിൻപിങ് നിയോഗിച്ചു എന്നുള്ളതാണ് ഈ സമ്മിറ്റിന് മുമ്പുണ്ടായ പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് ഈ സമ്മിറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായും ഉണ്ടായിരുന്ന ആകാംക്ഷ നമുക്ക് പുടിൻ ഷീ ജിൻപിങ് ബന്ധം എത്രത്തോളം ശക്തമാക്കാൻ കഴിയുമെന്നാണ്, ഊഷ്മളമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ അവിടെ ആ വേദിയിൽ നമ്മൾ കണ്ടത് പുടിൻ്റെ അതേ വാഹനത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവിടെ വേദിയിലെത്തിയത് എന്നുള്ളതാണ്. ഇരുവരും ഒരുമിച്ച് ഒരേ വാഹനത്തിലെത്തുന്നു, ഏകോദര സഹോദരങ്ങളെപ്പോലെ അവിടെ കയറി ചെല്ലുന്ന നിമിഷം തന്നെ ഷീ ജിൻപിങ്ങുമായിട്ടും കൂടെ ഒരു ചർച്ചയ്ക്ക് വേദി ഒരുങ്ങുന്നു. അതിനുശേഷമാണ് അവർ വേദിയിലേക്ക് കയറി അടുത്ത സംഭാഷണങ്ങൾ തുടങ്ങിയത്. ഇവിടെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ, പഹൽഗാം അടക്കമുള്ള വിഷയങ്ങളിൽ ചൈന മുന്നോട്ട് വച്ചിരിക്കുന്ന ചില ആശയങ്ങൾ നമ്മളെപ്പോലും അതിശയിപ്പിക്കുന്നതാണ്. അത് ടെററിസം എതിർക്കുന്നു എന്ന് മാത്രമല്ല, പഹൽഗാം പോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന വിധത്തിൽ ഷീ ജിൻപിങ് സൂചന നൽകിയിരിക്കുന്നു. ഇത് വലിയൊരു മാറ്റമാണ്. ചൈന ഒരിക്കൽ പോലും പാകിസ്ഥാനെയോ പഹൽഗാമിനെയോ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ നടത്തിയ ഏതെങ്കിലും നല്ല കാര്യങ്ങളെപ്പോലും പാകിസ്ഥാന് ദോഷമാകുന്ന കാര്യങ്ങളാണെങ്കിലും ഗുണകരമാകുന്ന കാര്യങ്ങളാണെങ്കിലും അവർ പാകിസ്ഥാന് അനുകൂലമായിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ. അണ്ടർഗ്രൗണ്ടിലൂടെ UN ഉൾപ്പെടെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. ആ ഷീ ജിൻപിങ് കറക്റ്റായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ ലൈനിൽ വന്നിരിക്കുന്നു. ടെററിസം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ നിന്നുള്ളൊരു ഭീഷണിയാണെന്നും ആ ഭീഷണി ആവർത്തിക്കാൻ പാടില്ല എന്നുമുള്ള രീതിയിലൊരു നയം ഷീ ജിൻപിങ് എടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര വലിയൊരു കാര്യമാണ്. ഇത് അതുപോലെ തന്നെ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ട്രേഡ് ഡെഫിസിറ്റിൽ ചൈനയ്ക്ക് നമ്മളുമായിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. കാരണം ചൈനയുടെ രീതി എങ്ങനെയാണ്, എത്ര ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചാലും തൻ്റെ കാര്യം മുന്നിൽ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്നും ചൈനയ്ക്കും ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നു. ഒരു ലോകശക്തിയാകുന്നതിന് ആദ്യം നമ്മളോടൊപ്പം പലരും ചേരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റഷ്യയും ഇന്ത്യയും കൂടെ ചേരുമ്പോൾ ചൈനയ്ക്ക് ലഭിക്കുന്ന അപ്രമാദിത്വം വളരെ വലുതാണെന്ന് മാത്രമല്ല, അവരേറ്റവും വലിയ ഭയത്തോടെ കണ്ടിരുന്ന US-ൻ്റെ നടുവൊടിയുകയാണ് ചെയ്തത്. നമ്മുടെ കോൺഗ്രസ്സൊക്കെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ നടുവോ അല്ലെങ്കിൽ മോദിയുടെ നടുവോ അല്ല ഒടിഞ്ഞത് US-ൻ്റെ നടുവാണ്. ഇത് നമ്മളല്ല പറയുന്നത്, അവരുടെ മുൻ വിദേശകാര്യ അഡ്വൈസർമാർ, അതുപോലെ തന്നെ അവരുടെ സ്ട്രാറ്റജിക് സെക്യൂരിറ്റി അഡ്വൈസർമാരായിരുന്ന ജെയ്ക്ക് സള്ളിവൻ, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇപ്പോൾ ട്രംപ് നടത്തുന്ന നയമെന്ന് പറയുന്നത് അമേരിക്കയെ നാണം കെടുത്തുന്ന നയമാണ്. അമേരിക്കയുടെ പാരമ്പര്യത്തിന് ചേർന്നതല്ല. മറ്റുള്ളവരെ ഉൾക്കൊള്ളുക, അവരുമായി സഹകരിക്കുക, ബന്ധം അങ്ങനെ വിപുലപ്പെടുത്തുക, ലോകത്തിൻ്റെ ഒരു നായകനായി അമേരിക്ക നിൽക്കുന്ന ആ ഒരു ശൈലി മാറിയിട്ട് ഇപ്പോൾ എല്ലാവരും വെറുപ്പിച്ച ഒരു ശൈലി ട്രംപ് എടുത്തിരിക്കുന്നു. ഇത് അമേരിക്കയ്ക്ക് ദോഷമാകും എന്ന് പറഞ്ഞിരുന്നു. ഇതിന് മുൻപത്തെ സെക്യൂരിറ്റി കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ജോൺ ബോൾട്ടനും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോയാൽ അമേരിക്കയുടെ എക്കോണമി വരെ തകരുമെന്ന്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ട്രംപിന് എന്തായാലും ഒരു നോബൽ പ്രൈസ് കൊടുക്കണം. അത് ഇന്ത്യ പാകിസ്ഥാൻ വാർ അവസാനിപ്പിച്ചതിനോ അല്ലെങ്കിൽ യുക്രൈൻ റഷ്യ വാർ അവസാനിപ്പിച്ചതിനോ അല്ല, ഇന്ത്യയും ചൈനയുമായി ഏതാണ്ട് 75 വർഷമായി നടത്തിയിരുന്ന ഒരു പോർവിളി മാറ്റിയിട്ട് ഒരു സൗഹൃദത്തിൻ്റെ മുഖം തുറന്ന് ലോകത്തിന് മുഴുവൻ ഒരു സമാധാനത്തിൻ്റെ പാത ഒരുക്കിയത് ശരിക്കും പറഞ്ഞാൽ ട്രംപാണ്. ട്രംപിന് ആ വിഷയത്തിൽ ഇന്ത്യ ചൈന ബന്ധം ഊഷ്മളമാക്കിയതിന് ഒരു നോബൽ സമ്മാനം കൊടുക്കേണ്ടതാണ്. തീർച്ചയായും അങ്ങനെ ഒരു അനിവാര്യമായ യോജിപ്പിലേക്ക് ഇന്ത്യയും ചൈനയും എത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ PM നാരായണൻ കൂടി ഈ അവസരത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ PM നാരായണൻ, ഇവിടെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ അങ്ങനെ ഒരു യോജിപ്പിന്റെ പാതയിലേക്ക് എത്തേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യയും ചൈനയും പല എതിർപ്പുകൾക്കും വിയോജിപ്പുകൾക്കും ഇടയിൽ യോജിച്ചു പോകാൻ തീരുമാനിക്കുന്നത് അമേരിക്കയ്ക്കെതിരായ പോരാട്ടത്തിൽ യോജിക്കുന്നു എന്ന നിലയിൽ തന്നെ നമ്മൾ കാണണം. അപ്പോൾ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള 2 രാഷ്ട്രങ്ങൾ അമേരിക്കൻ നയത്തിനെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ യോജിക്കുന്നത് ഈ ലോകക്രമത്തെ തന്നെ എങ്ങനെ മാറ്റിമറിക്കും എന്നതാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ലോകക്രമം വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്.
അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ താരിഫ് എന്നത്, അല്ലെങ്കിൽ നികുതി. അതായത് അത് മൊത്തം ലോകത്തിന്റെ വ്യാപാര ബന്ധങ്ങളെ മുഴുവൻ അടിച്ചുടച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണം ലോകത്തെമ്പാടും വരുന്നത്. കഴിഞ്ഞ 10-40-50 വർഷത്തിനുള്ളിൽ ചരിത്രം നോക്കുകയാണെങ്കിൽ ലോകം ഒറ്റക്കെട്ടായി അമേരിക്കക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സംഭവം ഇതിനടുത്ത കാലത്തൊന്നും ഉണ്ടായില്ല. അമേരിക്കയുടെ അട്രോസിറ്റീസ് പല കാലത്തും പല ഭാഗത്തും തുടർന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്കക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് വളരെ അപൂർവമായി മാത്രം കണ്ടിട്ടുള്ള ഒരു വിശേഷമാണ്. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ലോകക്രമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അമേരിക്ക തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു ലോകക്രമത്തിനെ ആണ് അമേരിക്ക ഇപ്പോൾ തച്ചുടച്ചുകൊണ്ടിരിക്കുന്നത്. 90കളിലും അല്ലെങ്കിൽ 90കളുടെ തുടക്കത്തിലേക്ക് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് GATT എന്ന് പറഞ്ഞ ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്, അല്ലെങ്കിൽ WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ ലോകവുമായി ഒരു പൊതുവായിട്ടുള്ള ട്രേഡ് എഗ്രിമെന്റിലൂടെ കച്ചവടം നടത്താം അല്ലെങ്കിൽ വ്യാപാരം നടത്താം എന്നുള്ള ഒരു പദ്ധതി മുന്നോട്ട് വെച്ചത് അമേരിക്ക തന്നെയാണ്. അതിനെ നമ്മളെല്ലാം ഒരു കാലത്ത് എതിർത്തതും കൂടിയാണ്. ആഗോളവൽക്കരണത്തിന്റെയും അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് എതിർത്ത പലരും നമ്മൾക്കിടയിലുണ്ട്. പക്ഷെ അതേ പദ്ധതി കൊണ്ട് ഗുണം ലഭിച്ച രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയ്ക്കും മേലെ ആധിപത്യം സ്ഥാപിക്കും വ്യാപാരത്തിൽ എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഇത്തരത്തിൽ നേരെ ഒരു ടേൺ എടുത്ത് ഒരു പുതിയ ലോകക്രമത്തിനെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകക്രമത്തെ, അമേരിക്ക സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകക്രമത്തെ ലോകം അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വളരെ മൾട്ടിപോളർ ആയിട്ടുള്ള ഒരു ഏക ധ്രുവ ലോകത്തല്ല ജീവിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലുണ്ട്. ഒട്ടനവധി രാജ്യങ്ങൾ അമേരിക്കയെ പോലെ തന്നെ ശക്തരാണ് മറ്റു പല കാര്യങ്ങളിലും. അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക സൃഷ്ടിച്ചെടുത്ത ലോകക്രമത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു ലോകക്രമം രൂപപ്പെടുന്നുണ്ട് ലോകത്ത്. അതിന്റെ തുടക്കമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷെ അത് അത്ര ഈസി ആവണമെന്നില്ല. കാരണം ഈ പല രാജ്യങ്ങളും നമ്മളിപ്പോൾ ഈ SCO മീറ്റിംഗിൽ കണ്ട പല രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ എന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ വളർന്നു വന്നവരല്ല. പ്രത്യേകിച്ചും ചൈനയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ഇപ്പൊ നോർത്ത് കൊറിയയിലാണെങ്കിലും ഇറാനിലാണെങ്കിലും ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനൊരു ജനാധിപത്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ള ഒരു വസ്തുത അവിടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് അമേരിക്കക്കെതിരെ ഇപ്പോൾ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മാത്രം സാധ്യത. അത് മാത്രമല്ല, ഇതിൽ എനിക്ക് ചേർത്ത് പറയാനുള്ള 1-2 കാര്യങ്ങൾ എന്നത്, ഇപ്പൊ ഒട്ടനവധി കൂട്ടായ്മകളുണ്ട്. ഇപ്പം ഈ SCO സമ്മിറ്റും അതുപോലെ തന്നെയാണ് ബ്രിക്സ് എന്നുള്ളതും. ഈ ബ്രിക്സിനകത്തുള്ള അംഗരാഷ്ട്രങ്ങളുടെ ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ, അതേപോലെ SCO അംഗരാഷ്ട്രങ്ങളുടെ സ്വഭാവം നോക്കി, ഇതിൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. അതായത് വളരെ മതഘടനയിൽ ഊന്നി നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ട്, ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളുണ്ട്. ഇത്തരത്തിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള സംഘടനകൾ ബ്രിക്സും SCO ഒക്കെ മാറുന്നു എന്നുള്ളത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തന്നെ അമേരിക്കയുടെ ഒരു ഏക ലോക ധ്രുവം അല്ലെങ്കിൽ ഏകധ്രുവ ലോകം എന്നുള്ളൊരു സങ്കല്പത്തിന്റെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും വരും വർഷങ്ങളിൽ. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് ചേർത്ത് പറയാനുള്ളത്, ഇന്ത്യയും ചൈനയുമായി വളരെ ബേസിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. അത് ഒരു പരിധിവരെ ഇപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 5 വർഷത്തെ ഡെവലപ്മെന്റ് ഇടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുക. ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള പദ്ധതികൾ എന്നുള്ള, ഇപ്പം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് അതിന്റെ അതിർത്തി തന്നെയാണ്. ചൈന അതിന്റെ ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങൾ ഓൾമോസ്റ്റ് സോൾവ് ചെയ്തിട്ടുണ്ട്. റഷ്യയുമായി ഫോർ എക്സാമ്പിൾ ഇന്ത്യയെക്കാൾ കൂടുതൽ അതിർത്തിയുള്ള രാജ്യമാണ് റഷ്യക്കും ചൈനയ്ക്കും ഇടയ്ക്ക്. പക്ഷെ അത് 2008 സോൾവ് ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ ലൈൻ ഓഫ് കൺട്രോളിലുള്ള ഈ അതിർത്തി പ്രശ്നം ഇന്ത്യക്കും ചൈനയ്ക്കും സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പദ്ധതികൾ വരും വർഷങ്ങളിൽ, അടുത്തൊരു മേബി ഒരു 10 വർഷത്തിലോ 15 വർഷത്തിലോ ഒരു വിൻഡോ വെച്ച് നമ്മൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് മാത്രമല്ല ചൈനയ്ക്കും വലിയ ഗുണമുണ്ടാവുന്ന ഒരു കാര്യമാണ്. കാരണം ലോകത്തിലെ വൻ ശക്തികളായി മാറണമെങ്കിൽ നമുക്ക് യുദ്ധത്തിലോ അല്ലെങ്കിൽ ഒരു ബോർഡർ കോൺഫ്ലിക്റ്റിലോ കുടുങ്ങി കിടന്നുകൊണ്ട് ഇന്ത്യക്ക് ലോകത്തിലെ 3-ാമത്തെയോ 4-ാമത്തെയോ വലിയ സാമ്പത്തിക ശക്തിയായി മാറാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുതിയ മേഖലകൾ തേടേണ്ടതായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇന്ന് നമ്മൾ കണ്ടത്, അതായത് റഷ്യ, ചൈന, ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചെറിയ ഇതിന് ശ്രമിക്കുന്നത് വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും അങ്ങനെ പോസിറ്റീവ് ഘടകങ്ങളുണ്ട്. ഏറെ വെല്ലുവിളികൾ ഉള്ളതാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന
സാഹചര്യം നമുക്ക് മുന്നിൽ ഉള്ളപ്പോൾ തന്നെ. ഞാൻ മറ്റതിഥികളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ എ എം ഷിനാസിലേക്ക്. ശ്രീ എ എം ഷിനാസ്, ഇന്ത്യ ചൈന ബന്ധത്തിലെ അടിസ്ഥാനപരമായ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയായിരുന്നു താങ്കൾ. തീർച്ചയാണ് ഇന്ന് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് മോദി അവിടെ സംസാരിക്കുമ്പോൾ അതിനുശേഷം പോലും പാകിസ്ഥാന് പിന്തുണ നൽകിയ രാഷ്ട്രമാണ്, അല്ലെങ്കിൽ ആ ആക്രമണ സമയത്ത് പോലും പാകിസ്ഥാന് പിന്തുണ നൽകിയ രാഷ്ട്രമാണ് ചൈന. പക്ഷേ അതിനുശേഷം ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ ശ്രീ എ എം ഷിനാസ്? അസീം മുനീർ കൂടുതൽ അമേരിക്കയുമായി അടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ട്രംപിന്റെ കുടുംബപരമായ വ്യവസായ താല്പര്യങ്ങളും പാകിസ്ഥാനെ ആ രീതിയിൽ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിൽ ഉടലെടുക്കുന്നു. പ്രധാനമന്ത്രിയുമായോ പ്രസിഡന്റുമായോ അല്ല, സൈനിക തലവനുമായി ആണ് അമേരിക്ക ചർച്ച നടത്തുന്നത്. ആ രീതിയിലൊക്കെയുള്ള മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നു. അത് തീർച്ചയായും ചൈനയെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടാകില്ലേ? ആ നിലയിൽ ചില ബന്ധങ്ങളിലെ പുതുക്കിപ്പണിയലുകളായി നമ്മൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തെ കണ്ടുകൂടെ? ഈ സാഹചര്യങ്ങൾ നമ്മൾ അമേരിക്ക ഏകപക്ഷീയമായി ലോകത്തിലെ പല രാജ്യങ്ങൾക്കുമെതിരെ പ്രഖ്യാപിച്ച അഭൂതപൂർവമായ തീരുവ വർധനവിന്റെ പശ്ചാത്തലത്തിൽ കാണുമ്പോൾ നമ്മൾ രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള വ്യക്തി സൗഹാർദ്ദം രാഷ്ട്ര നയത്തെ, പ്രത്യേകിച്ച് വിദേശ നയത്തെയും സാമ്പത്തിക നയത്തെയും എത്രത്തോളം സ്വാധീനിക്കുമെന്നുള്ളത് സംശയാസ്പദമാണ്. ഉദാഹരണത്തിന് മോദിയും നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും നല്ല സുഹൃത്തുക്കളാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോന്നിട്ടുള്ളത്. അദ്ദേഹം 2020 അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് അമേരിക്കയിലെത്തിയപ്പോൾ അബ് കി ബാർ ട്രംപ് എന്ന ഒരു പ്രയോഗം നടത്തിയിരുന്നു എന്നുള്ളത് ഓർക്കുമല്ലോ. അങ്ങനെ സൗഹൃദമുണ്ടായിട്ട് പോലും അമേരിക്കക്ക്, അല്ലെങ്കിൽ ട്രംപിന്റെ നയങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നയങ്ങളാണ്. അമേരിക്കക്ക് ഇന്ത്യക്കെതിരെ 50% തീരുവ ചുമത്താൻ യാതൊരു മടിയും ഉണ്ടായിട്ടില്ല ഈ സൗഹൃദം നിലനിൽക്കെ. അതേപോലെ തന്നെയാണ് ട്രംപും വ്ളാദിമിർ പുടിനും തമ്മിൽ അത്യാവശ്യം ഊഷ്മളമായ സൗഹൃദ ബന്ധമുണ്ട് എന്നുള്ളത് പരക്കെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അലാസ്കയിൽ വ്ളാദിമിർ പുടിൻ യുക്രൈൻ വിഷയത്തിൽ ചർച്ചയ്ക്കായി പോയപ്പോൾ ചുവന്ന പരവതാനി വിരിക്കുകയും അതേപോലെ തന്നെ B-2 ബോംബർ വിമാനങ്ങളും അപ്പാച്ചെ ഹെലികോപ്റ്ററും അഭിവാദ്യം അർപ്പിക്കുകയും ട്രംപിന്റെ അതേ കാറിൽ തന്നെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തിട്ടും അലാസ്കയിൽ ആ ചർച്ചയിൽ റഷ്യ അവരുടെ ആവശ്യങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് അണുവിട പിന്നോട്ട് പോയില്ല. പക്ഷെ ട്രംപിന് ഒരു കാര്യം അവകാശപ്പെടാം, ജോ ബൈഡനിൽ നിന്ന് ഭിന്നമായി ഈ പുടിനുമായി ചർച്ചകൾ നടത്താനും അലാസ്കയിൽ എത്തിക്കാനും യുക്രൈൻ വിഷയം ചർച്ചയുടെ ഒരു തലത്തിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ള കാര്യം. മറ്റൊരു കാര്യമുള്ളത്, ഈ തീരുവ പ്രശ്നം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 85% ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. 50%-ലേറെ പ്രകൃതിവാതകം ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. 2022 യുക്രൈൻ റഷ്യ യുദ്ധത്തിന് മുമ്പ് 2% മാത്രമായിരുന്നു ഇന്ത്യയുടെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി. അതിനുശേഷം 35%-ലേക്ക് 40-35% ഉയർന്നു. അത് ഇന്ത്യയുടെ വിദേശ നയം, ഊർജ നയമാവട്ടെ അല്ലെങ്കിൽ വ്യാപാര നയം ആവട്ടെ, തന്ത്രപരമായ സ്വയംഭരണം ഇന്ത്യയുടെ വക്താക്കൾ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ ലോക വിപണിയുടെ സാധ്യതകൾക്കും സവിശേഷതകൾക്കും അനുസരിച്ചാണ് ഇന്ത്യ പ്രവർത്തിക്കുക. അപ്പോൾ ലോക വിപണിയുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് റഷ്യൻ എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് കൂടുതൽ സൗകര്യപ്രദവും ലാഭകരവുമാണെന്ന് തോന്നിയപ്പോൾ ഇന്ത്യ ആ വഴിക്ക് നീങ്ങി. അതിൽ തടയാൻ പറ്റില്ല, ഇപ്പോഴും പറയുന്നത് തടയാൻ പറ്റില്ല എന്നാണ്. അപ്പോ ഇന്ത്യയുടെ മൊത്തം 2023-24 വർഷത്തെ മൊത്തം മെർച്ചൻഡൈസ് ഇറക്കുമതി ഏതാണ്ട് $677 ബില്യൺ ആയിരുന്നു. അതിൽ $170 ബില്യൺ ഈ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവുമാണ്. ഇന്ത്യയുടെ കയറ്റുമതി എടുത്താൽ ഇന്ത്യയുടെ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനത്തിന്റെ മൊത്തം, അതായത് ഇന്ത്യയുടെ GDP-യുടെ 1/5 വരുന്നത് ഇന്ത്യയുടെ കയറ്റുമതി വരുമാനത്തിൽ നിന്നാണ്.
ഇന്ത്യയുടെ കയറ്റുമതിയിൽ 1/5 അമേരിക്കയിലേക്കുമാണ്. അപ്പൊ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ സമുദ്രോൽപ്പന്നങ്ങൾ, ചെമ്മീൻ പോലുള്ള, അത് കേരളത്തെക്കാൾ എത്രയോ അധികം ഗോദാവരി മേഖലയിലെ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കയറ്റി അയക്കുന്നത്. ടെക്സ്റ്റൈൽസ് ഉണ്ട്, വജ്ര, ജ്വല്ലറി, അതുപോലെ തന്നെ ഡയമണ്ട്, ഫാർമസ്യൂട്ടിക്കൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ കയറ്റി അയക്കുന്നുണ്ട്. അതിൽ 1/5 കയറ്റി അയക്കുന്നത് അമേരിക്കയിലേക്കാണ്. അപ്പോ ഈ കയറ്റി അയക്കുന്ന ഏതാണ്ട് 60% വരുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ഈ 50% നികുതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഇതൊക്കെ വരും. 40% ഉൽപ്പന്നങ്ങൾക്ക് പഴയ പോലെ തന്നെ. അപ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയും മറ്റ് രാജ്യങ്ങളും, അപ്പൊ ജപ്പാൻ അടക്കം സുഹൃത്ത് രാജ്യങ്ങൾക്ക് വരെ അമേരിക്ക തീരുവ ചുമത്തുന്നതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അത് സൗത്ത് കൊറിയ ആവട്ടെ, ജപ്പാനാവട്ടെ, ഇന്ത്യയേക്കാൾ കുറവാണെങ്കിലും. അപ്പോൾ ഒരു ബഹുരാഷ്ട്രവാദം, അതായത് 21ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന ബഹുരാഷ്ട്രവാദം ഈ അന്താരാഷ്ട്ര വ്യാപാര രംഗത്തെങ്കിലും പ്രായോഗികമാക്കാനും, ഈ ബഹുരാഷ്ട്രവാദത്തിലൂടെ അന്താരാഷ്ട്ര വാണിജ്യ രംഗത്തെ, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലും ഇനി വരുന്ന ഉച്ചകോടികളിലും ഒക്കെ ഉണ്ടാവുക. അതേസമയം ഇതൊരു സൈനിക സുരക്ഷാ തലത്തിലുള്ള ഒരു സഹകരണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത അത്രത്തോളം കാണുന്നില്ല. തീർച്ചയായും അതാണ് അദ്ദേഹത്തിന് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ മോഹൻ വർഗീസ്, ഞാൻ മോഹൻ വർഗീസിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ മോഹൻ വർഗീസ് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക രംഗത്ത്, വാണിജ്യ രംഗത്തുള്ള ഇടപെടലുകൾക്കുള്ള സാധ്യതയാണ് രൂപപ്പെടുന്നത് എന്നതാണ് ശ്രീ AM ഷിനാസ് സൂചിപ്പിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ് ഇത്ര വളരെ പെട്ടെന്ന് തന്നെയുള്ള ഈ രീതിയിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും മറ്റ് അടിസ്ഥാനപരമായ വിഷയങ്ങൾ മാറ്റിവെച്ച് ഈ രീതിയിൽ സഹകരണത്തിനുള്ള സാധ്യത ഉണ്ടാകുന്നതും. ശരിക്കും അമേരിക്കൻ നയതന്ത്രം പാളിയതിന്റെ കാഴ്ചകളാണോ നമ്മൾ കാണുന്നത്? അത് ട്രംപിന് ആഭ്യന്തരമായി തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അമേരിക്കയിൽ എന്നതാണ് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, ഈ ഡോളറൈസേഷൻ ഉൾപ്പെടെ ഉണ്ടാകുമോ എന്ന ഭയം അമേരിക്കയെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ല. അപ്പോൾ ട്രംപ് തന്നെ തുടങ്ങി വെച്ചതാണ്. ഞങ്ങൾ സാമ്പത്തിക യുദ്ധം എന്നത് ട്രംപിന്റെ തന്നെ വാക്കാണ്. ആ തരത്തിലുള്ള നിലപാട് തന്നെയാണ് സുഹൃത്ത് രാഷ്ട്രങ്ങളോട് പോലും ട്രംപ് സ്വീകരിച്ചത്. അത് ട്രംപിന് തന്നെ പണിയാകുന്നു, അമേരിക്കയ്ക്ക് തന്നെ പണിയാകുന്നു എന്നതാണോ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ? രേണുക, ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനും അതിനെ കരുതുന്നത്. ട്രംപ് തുടങ്ങിവെച്ച വ്യാപാര യുദ്ധം അത് പിടിച്ചെടുത്ത് കെട്ടാൻ, ട്രംപ് ആഗ്രഹിക്കുന്നിടത്ത് പിടിച്ചു കെട്ടാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥാവിശേഷം നിസ്സഹായനായി കണ്ടു നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപ്. ഇവിടെ പീറ്റർ നവാരോ പോലെയുള്ള അദ്ദേഹത്തിന്റെ ഉപദേശകന്മാർ, ഈ വ്യാപാര ബന്ധങ്ങളിലെ ഉപദേശകന്മാർ, അവരുടെ ഉപദേശം കേട്ട് ചാടിയിറങ്ങിയ ട്രംപിന് വല്ലാതെ കൈപൊള്ളുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ വരുന്നത്. ഇവിടെ നോക്കൂ, ഇന്ത്യ ഈസ് നൗ ഓൺലി ടെസ്റ്റിംഗ് വാട്ടേഴ്സ്. ഞാൻ അത് തന്നെയാണ് പറയുന്നത്. കാരണം പെർമനന്റായി ചൈനയുമായോ റഷ്യയുമായോ, അല്ലെങ്കിൽ ആ ഒരു അച്ചുതണ്ട്, ചൈന റഷ്യ ഇന്ത്യ അച്ചുതണ്ട് എന്നതൊരു പെർമനന്റ് സംവിധാനമായിട്ട് ഭാരതം ഇപ്പോൾ കരുതുന്നില്ല. ഭാരതത്തിന്റെ നയമായ സ്ട്രാറ്റജിക് ഓട്ടോണമിയുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഇവിടെയാണ് ഇന്ത്യ ഹാസ് നൗ ടേക്കൺ എ ഷോർട്ട് ടേം എക്സ്പോഷർ. തൽക്കാലത്തേക്ക് ട്രംപിന്റെ വ്യാപാര നയത്തെ ഒരു യൂണിറ്റ് ഓഫ് അനാലിസിസ് ആയി എടുത്തുകൊണ്ട് നോക്കുക. ഇങ്ങനെ ഒരു ഡോളറൈസേഷനുള്ള ആത്യന്തികമായ ഒരു സാധ്യത ഉണ്ടോ? അമേരിക്കയും യൂറോപ്പും നേതൃത്വം നൽകുന്ന യൂറോസെൻട്രിക് ആൻഡ് ട്രാൻസ് അറ്റ്ലാന്റിക് വേൾഡ് ഓർഡർ അതിനെ തകർത്തെങ്കിൽ മാത്രമേ ഭാരതത്തിന് മുന്നോട്ട് പോകാനാവൂ. ഈ ഒരു റിയലൈസേഷൻ ഇന്ത്യക്ക് ഉള്ളിലെ ഒരു ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റിനുണ്ട്. അത് വാസ്തവമാണ്. അതിന് ഇപ്പോഴാണ് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം. അതുകൊണ്ട് പരമ്പരാഗത ശത്രുവായ ചൈനയെ ഒരു പരിധി വരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സഹകരിക്കാവുന്ന മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് സഹകരിച്ചിട്ട് ഇത് ഗുണപരമാകുമെങ്കിൽ അതിനെ ഒരു ലോങ് ടേം പെർവ്യൂവിൽ കാണാനുള്ള ഒരു ഇന്ത്യയുടെ സന്നദ്ധത. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ അച്ചുതണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നത്. വ്യാപാരം ഇതിനകത്തൊരു വ്യാപാര യുദ്ധം
ട്രംപ് തുറന്നുവിട്ട വ്യാപാര യുദ്ധം എന്ന ഭൂതം ഇതിനൊരു കാറ്റലിസ്റ്റായി മാറി എന്നതിന് ഉപരിയായ അർത്ഥതലങ്ങളൊന്നും കാണേണ്ടതില്ല. നോക്കൂ, വ്യാപാരമല്ല, ചൈനയുമായി ഇപ്പോൾ ഇന്ത്യ ആഗ്രഹിക്കുന്നത് അമേരിക്കയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വിപണി ചൈനയിൽ കണ്ടെത്താമെന്ന വ്യാമോഹമൊന്നും ഇന്ത്യയിലില്ല. അത് ജപ്പാനിൽ കണ്ടെത്താമെന്ന വ്യാമോഹവുമില്ല. ചെറിയ തോതിലൊക്കെ ഈ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും നൈജീരിയയിലേക്കും അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലേക്കും ഈസ്റ്റ് ഏഷ്യയിലെ കൊറിയയിലേക്കും ജപ്പാനിലേക്കും എല്ലാം അവർക്ക് പർച്ചേസിംഗ് പവറുള്ള രാജ്യങ്ങളാണ്. അവിടേക്കെല്ലാം കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ശ്രമം നടത്തും. പക്ഷേ അമേരിക്കയുമായുള്ള നമ്മുടെ എക്സ്പോഷർ $86 ബില്യൺ കയറ്റുമതിയാണ്. ആ കയറ്റുമതി പൂർണ്ണമായി നഷ്ടപ്പെടില്ല, ഭാഗികമായിട്ടെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് പരിഹരിക്കാൻ തക്ക വലിപ്പം റഷ്യൻ വിപണിക്കോ ചൈനീസ് വിപണിക്കോ ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ടാണ് ഇതിനെ കുറച്ചുകൂടെ വ്യാപാരം എന്നതിനേക്കാൾ കുറച്ചുകൂടി തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിന്റെ സാധ്യതകൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരവസരമായിരുന്നു ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ്. അതിനുശേഷം ഇനി വരാൻ പോകുന്ന ഏതാനും പരസ്പര സന്ദർശനങ്ങൾ, റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുന്നു, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയിൽ വരുന്നു, സാധ്യതകളുടെ പുതിയ വാതായനങ്ങൾ തുറക്കുന്നത് തന്നെയാണ്. ശ്രീ MS വേണുഗോപാൽ, ഇവിടെ ഇപ്പോ ട്രംപ് സ്വയം വില കളയുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. നോക്കൂ, ഇപ്പോ ഈ സാമ്പത്തിക കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ, തീരുവ ഉൾപ്പെടെ ഏർപ്പെടുത്തി ഇന്ത്യയുടേതായ മാർഗങ്ങൾ തേടുന്നു, അതിനോട് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. നമ്മൾ കണ്ടതാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഏതൊക്കെ തരത്തിൽ ശ്രമിച്ചു എന്നത്. പുടിന് നൽകിയ സ്വീകരണം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. പക്ഷേ യാതൊരു കൂസലും അക്കാര്യത്തിൽ ഇല്ല എന്നതാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് ഞാൻ പോസിറ്റീവായി പറയുന്നതല്ല, പക്ഷേ അമേരിക്ക വലിയ തിട്ടൂരം ഇറക്കിയിട്ടും അല്ലെങ്കിൽ വലിയ രീതിയിൽ അതിനെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിച്ചിട്ടും ഒരു തരത്തിലും പിടികൊടുക്കുന്നില്ല പുടിൻ എന്ന നില വരുന്നു. അപ്പോൾ ട്രംപിന്റെ ഇടപെടലുകൾ ആ നിലയ്ക്ക് പാളുകയല്ലേ? ട്രംപിന്റെ ഇടപെടലുകളാണ് പല പ്രശ്നങ്ങളും രൂക്ഷമാക്കിയത് എന്നുള്ളതാണ് അമേരിക്കയിൽ തന്നെ ഇപ്പോൾ നടത്തുന്ന വിലയിരുത്തലുകൾ. ജോ ബൈഡനെ ട്രംപ് പല സന്ദർഭങ്ങളിലും ഫിസിക്കലായിട്ട് തന്നെ കളിയാക്കി, കളവൻ ഇങ്ങനെ പോകുന്നു എന്നുള്ള മട്ടിൽ. പക്ഷേ ഇന്ന് അതിനേക്കാൾ സിനിക്കലായിട്ടാണ് ട്രംപ് നീങ്ങുന്നത് എന്ന ഒരു ആക്ഷേപം അമേരിക്കയിലെ പലരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവിടുത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായിട്ട് ട്രംപിൻ്റെ ബുദ്ധിഭ്രമത്തെക്കുറിച്ച് വരെ സംസാരിക്കുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ട്രംപ് ഇത്ര വലിയ മേൽക്കോയ്മയിൽ നിന്ന US-ൻ്റെ ലോക പ്രാധാന്യം ശുഷ്കമാക്കി കളഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ഏതാനും ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം ഈ തീരുവ എന്ന് പറഞ്ഞ ചുറ്റികയെടുത്ത് ഓരോ രാഷ്ട്രങ്ങളെയായി അടിക്കാൻ തുടങ്ങിയപ്പോൾ അസാധാരണമായ ചില യൂണിറ്റുകൾ ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ നിർണായകമായത് ഇന്ത്യയാണ്. ഇന്ത്യ ഒരിക്കലും ചൈനയുമായി ചേരില്ല എന്ന വിശ്വാസത്തിലാണ് ട്രംപ് നിന്നിരുന്നത്. ഇനി ആരുമായി ചേർന്ന്, പുടിനുമായി ചേർന്നാലും ശരി, ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരിക്കലും ഒരു ബന്ധമുണ്ടാവില്ല. ട്രേഡിൽ പോയിട്ട് ഒരു റൗണ്ട് ടേബിൾ ഡിസ്കഷനിൽ പോലും ക്രിയേറ്റീവായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് ട്രംപ് ധരിച്ചിരുന്നില്ല, അമേരിക്കയിലെ പലരും ധരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെയാണ് നരേന്ദ്രമോദി എന്ന രാഷ്ട്രതന്ത്രജ്ഞൻ്റെ മികവ് നാം കാണേണ്ടത്. പ്രതിസന്ധിയിൽ എങ്ങനെ നീങ്ങണം എന്നുള്ളത് അദ്ദേഹത്തിനെ ആരും പഠിപ്പിക്കേണ്ട എന്നുകൂടിയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യയെ കൊണ്ടെത്തിക്കുന്ന വിധത്തിൽ, അതായത് ചൈന, റഷ്യ, ഇന്ത്യ എന്ന അച്ചുതണ്ട് ഇന്നലെ എങ്ങനെയാണോ US ലോക ക്രമത്തിൽ ഒരു മേൽശക്തിയായി നിന്നത്, അതുപോലെ ഈ മൂന്ന് രാഷ്ട്രങ്ങളും വരുന്ന ഒരു കാൽവയ്പ് അമേരിക്കയ്ക്ക് സഹിക്കാൻ കഴിയില്ല. ശരി, ഞാൻ ഒന്ന് ഇടപെട്ടിട്ട് PM നാരായണിലേക്ക് കൂടി ഒരു കൺക്ലൂഷന് വേണ്ടി. ശ്രീ PM നാരായണൻ, നമ്മൾ കണ്ടതാണ് മോദി ഈ 4 ദിവസം എങ്ങനെ പ്രയോജനപ്പെടുത്തിയെന്നത്. അതിനു മുൻപ് ജപ്പാനിൽ പോയതിനു ശേഷം നടന്ന കൂടിക്കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് മോദി എന്ന രാഷ്ട്ര നേതാവിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള പ്രതിച്ഛായയെ കൂടി സ്വാധീനിക്കുമെന്ന് വേണമോ കരുതാൻ? ആ നിലയ്ക്ക് രാജ്യത്തിനകത്തും പുറത്തും മോദി വീണ്ടും ഒരു പവർ ഫാക്ടറായി വരുന്ന നിലയുണ്ടോ? വളരെ വലിയ രീതിയിൽ ഡിപ്ലോമാറ്റിക് മാനൂവറിംഗ് നടന്ന കഴിഞ്ഞ 10 വർഷമാണ് നമ്മൾ കണ്ടത്. അതായത് ഇന്ത്യൻ നയതന്ത്ര രംഗത്ത് വലിയ രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റിയും മാനൂവറിംഗ് നടന്നിട്ടുള്ള അതിന്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ആ അർത്ഥത്തിൽ മോദിക്ക് ഇതിന്റെ ഫുൾ ക്രെഡിറ്റും കൊടുക്കാം എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ ഈ ട്രംപിന്റെ ഒരു പിടിവാശിയാണ്, അല്ലെങ്കിൽ ട്രംപിസമാണ് അമേരിക്കയിൽ നടക്കുന്നത്. അതിന്റെ റിഫ്ലക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത്. 2 യുദ്ധങ്ങൾ ഞാൻ 24 മണിക്കൂറിനുള്ളിൽ നിർത്താം എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചു വന്നത്. ആ 2 യുദ്ധവും നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ, അതേപോലെ റഷ്യ ഉക്രൈൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് വഴിയിൽ വീണ് കിട്ടിയ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കിട്ടുന്നത്. ആ യുദ്ധം ഞാനാണ് നിർത്തിയതെന്നുള്ള വലിയ പൊങ്ങച്ചം അടിക്കുകയും പക്ഷെ അത് ഇന്ത്യയും പാകിസ്ഥാനും അംഗീകരിക്കുകയും ചെയ്തതോടെ അതും ഇല്ലാതായി. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന്റെ കഴിഞ്ഞ കുറെ മാസങ്ങളായുള്ള പെരുമാറ്റ വൈകൃതങ്ങളുടെ ഒരു തുടർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു കൺസോളിഡേഷനാണ് നമ്മളിപ്പോൾ ഈ ലോകരാജ്യങ്ങൾ അതിനെ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതാണ് ഇപ്പം SCO സമ്മിറ്റിൽ ചൈനയും റഷ്യയും ഇന്ത്യയും ചേർന്ന് നിൽക്കുക എന്നുള്ളത് വളരെ അപൂർവമായിട്ടൊരു ചിത്ര സാധ്യതയാണ്. അതാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇന്ത്യക്ക് സംബന്ധിച്ചോളം വലിയ ഒരു സാധ്യതയാണ് ഇപ്പോൾ നമ്മൾക്ക് മുന്നിൽ വന്ന് പെട്ടിരിക്കുന്നത്. കാരണം ഇന്ത്യക്ക് 3% അല്ലെങ്കിൽ 3-4 ലോക ശക്തിയായൊക്കെ മാറണമെങ്കിൽ ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ 10-40 വർഷമായിട്ട് പാകിസ്ഥാന് മേലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നയതന്ത്ര ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചൈനയുമായി ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്ത നയതന്ത്രത്തിന്റെ അളവ് എന്നുള്ളത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു അടുത്ത 10 വർഷങ്ങളിൽ ചിലപ്പം ഒരു വർഷം ഈ വാതിൽ ഇത്തരത്തിൽ കൂടുതൽ നയതന്ത്ര ഇൻവെസ്റ്റ്മെന്റിനുള്ള സാധ്യത തുറന്നിടും. അത് ഈ മേഖലയെ, ഇന്ത്യയെ വലിയൊരു രീതിയിൽ സാധ്യതകളുടെ വലിയൊരു ലോകം തുറക്കുകയാണ്. അത് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 9 കാണാം. നമസ്കാരം.